ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എനിക്ക് രാവിലെ നല്ല മടിയാണ്, പക്ഷെ രാത്രി ഇത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതിരിക്കാം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ എന്തെങ്കിലുമൊക്കെ ഈ ബോറിങ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലതല്ലേ. എൻ്റെ ജീവിതത്തിൽ കൂടെപ്പിറപ്പായി കിട്ടിയ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എനിക്ക്. BPD മീൻസ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ട് തന്നെ ഈ ഡിപ്രസീവ് എപ്പിസോഡ്സൊക്കെ എനിക്ക് യൂസ് ടു ആയി. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായി ചെയ്യണം. രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കിയ പുട്ടും പഴം കഴിച്ചു. എന്നിട്ട് കുറേ നേരം വെറുതെ ഇരുന്നു. അപ്പോഴും ഓർത്ത അപ്പുറത്തെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ട് പറയാനായിട്ടു, നമുക്ക് അവിടെ പോയി നോക്കാമെന്ന്. നോക്കിയപ്പോണ്ടോ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി, നല്ല രസമുണ്ട്. ഞാൻ കുറേ ഇതിനിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ മിണ്ടാതെ ഇരിക്കും. ഭയങ്കര കുറുമ്പനാട്ടോ. ഞാൻ അതിനെടുത്ത് കുറേ പിടിച്ച് എനിക്ക് അതിനെ കൊല്ലാനല്ല അത്രയും ക്യൂട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് തീരെ വയ്യ, പക്ഷെ അത് നല്ല ആക്റ്റീവാട്ടോ. നോക്ക്, ശരിക്കും ക്യൂട്ടല്ലേ ഇതിനെ കാണാൻ? നല്ല രസമല്ലേ? എന്നിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി എനിക്ക് കുറേ മാങ്ങയൊക്കെ തന്നു. അത് വേറെ വീട്ടിൽ നിന്നാട്ടോ, വേറെ വീട്ടിൽ നിന്ന് വീഴുന്ന മാങ്ങ ഞങ്ങൾക്ക് തന്നു. ഞാൻ പറ്റണ ദിവസമൊക്കെ ജിമ്മിൽ പോവാറുണ്ട്. അവിടെ എപ്പോഴും ഈ പട്ടിക്കുട്ടീനെ കാണാം. ജിമ്മിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ട്രെയിനറൊന്നുമില്ല, സാധനങ്ങളുണ്ട്, അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചുമ്മാ അവിടെ ട്രെഡ്മില്ലും പിന്നെ ഒരു സൈക്കിൾ അതിലൊക്കെ കയറി, പിന്നെ കുറേ ഡംബേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കും. കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ചുമ്മാ അവിടെ പോവും, സൈക്കിളിൽ കയറും. പിന്നെ ജിമ്മിൽ പോണതൊക്കെ നമുക്ക് മെൻ്റൽ ഹെൽത്തിനും നല്ലതാണ്, ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ബോഡി ഒന്ന് ഹീറ്റാകുമ്പോൾ നല്ല എന്തോ മനസ്സിനൊരു സമാധാനം. ഇതിലിങ്ങനെ 0 ലെവലുണ്ട്, 1 ലെവലുണ്ട്, പിന്നെ 2 ആവും. നമ്മൾ ഇങ്ങനെ കുറേ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനൊരു പഠിക്കാൻ എഴുതുന്നുണ്ടാവും. ഒരു ബുക്കൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒറ്റ ബുക്ക് ഫുള്ള്. പഠിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണം, മീൻസ് ജ്യൂസോ മിൽക്കാഴൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കോഫി അങ്ങനെ. അപ്പം ഞാൻ ഒരു ടാങ്ക് ഉണ്ടാക്കി, അത് ഞാൻ വേറെ ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ കുറേ കുറച്ചൊക്കെ പഠിച്ചു. വോക്കസ്പീഡിയയുടെ കറണ്ട് അഫയേഴ്സ് നോക്കി. അതൊരു കുന്നുണ്ട്, പക്ഷേ കുറേ നല്ലതായിരുന്നു. പിന്നെ ഞാൻ ടെലഗ്രാമിൽ PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ നിന്ന് ഓരോരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഓക്സിലറി വെർബും ക്വസ്റ്റ്യൻ ടാഗും, അത് ഞാൻ എഴുതിയെടുത്തു, പഠിച്ചു. അത് കഴിഞ്ഞ് റാങ്ക് ഫയലൊക്കെ ഒന്ന് നോക്കി ഞാൻ കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ എണീക്കുന്നതാട്ടോ. എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം ഇന്നലെ ചെയ്യാമെന്ന് വെച്ച കാര്യങ്ങളൊന്നും ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്തെങ്കിലും എനർജി ബൂസ്റ്റർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പഠിക്കാൻ തുടങ്ങാൻ പറ്റില്ല. ഞാനിന്ന് റാങ്ക് ഫയലിൽ കേരള ജോഗ്രഫിയും ബയോളജിയാണ് പഠിച്ചത്. എനിക്ക് 2 ടേബിളുണ്ട്, സ്റ്റഡി ടേബിൾ. അതിലൊരു ടേബിൾ വളരെ മോശമായി കിടക്കുകയായിരുന്നു, ഒരു ടേബിൾ ഓക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ആസ്തയുടെ പരിസ്ഥിതി ശാസ്ത്രം ക്ലാസ്സും കേട്ടു. അത് കഴിഞ്ഞ് ചായ കുടിച്ചു, കട്ട്ലേറ്റും കൂട്ടി ചായ കുടിച്ചു. ഇവിടെ എൻ്റെ റൂമിൻ്റെ പുറത്ത് കൂടെ നോക്കുമ്പോൾ ജാതിയാണ് കാണുന്നത്, ജാതി മരം. അപ്പോൾ നല്ല രസമാണ്, അതിൻ്റെ ഇലകൾ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ടാണെങ്കിൽ. എൻ്റെ റൂമിൻ്റെ പല കോർണേഴ്സും കാണുമ്പോൾ പേടിയാവും, കാരണം അത്രയും സാധനങ്ങൾ കൂട്ടിക്കെടുക്കാണ്. എന്നിട്ടൊരു മുറുക്കും കൂടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോഴാണ് നമ്മുടെ നൈറോബിയുടെ എൻട്രി. അമ്മേ